ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 12ാമത്തെ പാഠഭാഗമായ വിവരചിത്രങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. വിവരചിത്രങ്ങളാണ് അല്ലേ. വരചിത്രങ്ങൾ സംഖ്യാപരമായ വിവരങ്ങളെ പട്ടികയായും ചിത്രമായും അവതരിപ്പിക്കുന്ന രീതി നാം 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പട്ടികകളും ചിത്രങ്ങളും എന്ന പാഠഭാഗത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണിത്. ഇവിടെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലേ. 2024 പല മാസങ്ങളിൽ ഡൽഹി രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അഥവാ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 12 മാസത്തെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ താപനിലയും കൊടുത്തിട്ടുണ്ട്. ഇനി 5ാം ക്ലാസ്സിൽ കണ്ടതുപോലെ ഈ വിവരങ്ങളെ നമുക്കൊരു ചിത്രമായിട്ട് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ചിത്രമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു വര വരക്കുക, ഇങ്ങോട്ടും ഒരു വര വരക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതിനെ തുല്യമായ രീതിയിൽ ഭാഗിക്കണം. ഈ താഴെ നമ്മൾ കൊടുക്കുന്നത് മാസങ്ങളാണ്. ഓക്കെ, മാസങ്ങൾ എന്നുള്ളത് താഴെ കൊടുക്കുക. അപ്പോൾ തുല്യമായ രീതിയിൽ നമ്മൾ ഭാഗിക്കുകയാണ്. ഇവിടെ ജനുവരി, ഇത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടുത്തെ താപനിലയാണ് ഈ സൈഡിൽ കൊടുക്കേണ്ടത്, താപനില. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് ഏകദേശം എത്രയാണെന്ന് നമ്മൾ നോക്കൂ. ഇവിടെ 44 ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5, 10, 15, 20 ആ രീതിയിൽ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 10, 20, 30, 40 എന്ന രീതിയിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 5, 10 എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ 5, 10, 15, 20 ഇത് തുല്യമായ രീതിയിലായിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഡിസ്റ്റൻസ് തുല്യമായ രീതിയിലായിരിക്കണം. നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തുകൊണ്ടാണ്. നിങ്ങൾ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. 25, 30, 35, 40, 45. ഓക്കെ, അത്രയും നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജനുവരി എടുക്കുക. ജനുവരിയിൽ എത്രയാണ്? 25 ആണല്ലോ. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ജനുവരി എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ 25ലേക്ക് വരച്ചു കൊടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ വരക്കുക. ഓക്കെ, ഇനി ഫെബ്രുവരി എടുക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ എത്രയാണ്? 30 ആണല്ലേ. 30 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലെ 30 നമ്മൾ ഈ രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി മാർച്ച് എടുക്കുകയാണെങ്കിൽ മാർച്ചിൽ എത്രയാണ്? 36 ആണ്. അപ്പോൾ 35നെയും മുകളിലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് മാർച്ചിനെയും ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ മാസവും എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, മാർച്ച് വരെ വരച്ചു, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എല്ലാ മാസവും നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഇത് ഏതാണ്? ഇത് ജനുവരി, ഇത് ഫെബ്രുവരി, ഓക്കെ, ഇത് മാർച്ച്. അങ്ങനെ ഓരോ മാസവും നമ്മൾ ഇവിടെയും എഴുതി കൊടുക്കുക. അപ്പോൾ 12 മാസം ഇവിടെയും വരും. ഇവിടെ എത്രയാണോ താപനില എന്നുള്ളതും ഇവിടെ വരും, ഈ സൈഡിലും വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ താപനില എവിടെയാണ്, ഏത് സമയത്താണ് ഉണ്ടായതെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ്? ഇതാണ് ഏറ്റവും വലുതല്ലേ. ഇത് ഏത് മാസമാണ്? മെയ് മാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു. അപ്പോൾ ഇത് ഏതാണ് മാസം? ഡിസംബർ ആണ്. അപ്പോൾ ഓരോ മാസത്തിലും ഉണ്ടായ താപനില നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാലത്തിനനുസരിച്ച് മാറുന്ന അളവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റൊരു രീതിയിലാണ് സാധാരണയായിട്ട് വരയ്ക്കുന്നത്. ഇനി ഇത് വരച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വരച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ഇവിടെയുള്ള പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഈ പോയിന്റുകളെ മാത്രം നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ ഈ രീതിയിൽ വരക്കുക. ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ മായ്ച്ചു കളയുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ചിത്രം കിട്ടും. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലേ. ആദ്യത്തെ ചിത്രത്തിലെ പോലെ വിലങ്ങനെയുള്ള ഒരു വരയിൽ ഒരേ അകലം ഇടവിട്ട് മാസങ്ങളും കുത്തനെ ഒരു വരയിൽ ഒരേ അകലം ഇടവിട്ട് താപനിലകളും അടയാളപ്പെടുത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്തത്. തുടർന്ന് ഓരോ മാസവും അടയാളപ്പെടുത്തുന്നതിന് മുകളിൽ ചതുരം വരക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? താപനിലയുടെ ഉയരത്തിൽ ഒരു കുത്ത് മാത്രം ഇട്ടുന്നു. ഇങ്ങനെ മാസങ്ങളുടെയും മുകളിൽ അടയാളപ്പെടുത്തിയ കുത്തുകൾ വരകൾ കൊണ്ട് യോജിപ്പിച്ചാൽ ഈ ചിത്രമായി. അപ്പോൾ സംഖ്യാപരമായ വിവരങ്ങളെ സൂചിപ്പിക്കുന്ന ഇത്തരം ചിത്രങ്ങൾക്ക് നമ്മൾ നേർവര ചിത്രം അല്ലെങ്കിൽ ലൈൻ ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ചതുരങ്ങൾ ഉപയോഗിച്ച് വരക്കുന്ന ആദ്യത്തെ ചിത്രത്തിന് നമ്മൾ ചതുര ചിത്രം അല്ലെങ്കിൽ ബാർ ചാർട്ട്, ബാർ ഗ്രാഫ് എന്നൊക്കെ നമ്മൾ പറയും. 5ാം ക്ലാസ്സിലെ പട്ടികകളും ചിത്രങ്ങളും എന്ന പാഠത്തിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
ഇനി അവിടെ എന്താണ്, അവിടെ ഫുള്ള് ചതുര ചിത്രങ്ങളായിരുന്നു. ഇവിടെ നമുക്ക് നേർവര ചിത്രം അഥവാ ലൈൻ ചാർട്ട്, ലൈൻ ഗ്രാഫും കൂടെ പഠിക്കാനുണ്ട്. ഇനി ഒരു നേർവര ചിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന താപനില ജനുവരി മുതൽ ക്രമേണ കൂടി മെയ്യിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി പിന്നീടുള്ള മാസങ്ങളിൽ ക്രമേണ കുറയുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ചിത്രത്തിൽ നിന്ന് ചുവടെ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും ഉയർന്ന താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടെ ഏകദേശം 44 ഡിഗ്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. അത് ഏത് മാസത്തിലായിരുന്നു? മെയ് മാസത്തിൽ ആയിരുന്നു. ഈ വർഷത്തെ ഏതൊക്കെ മാസങ്ങളെയാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത്? അപ്പോൾ ആ വർഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉഷ്ണകാലം എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ഏകദേശം ഉഷ്ണകാലം എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത് അല്ല. അപ്പോൾ ഏതാണ്? മാർച്ച് മുതൽ നമുക്ക് ജൂലൈ വരെയുള്ള ഈ മാസങ്ങളെയാണ് നമുക്ക് ഉഷ്ണകാലം എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങൾക്കിടയിലാണ് ഉയർന്ന താപനില ഏറ്റവും കൂടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഏപ്രിലും ജൂണിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ താപനില കൂടിയിട്ടുള്ളത്. ഏറ്റവും കുറവ് എപ്പോഴായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഡിസംബറിലായിരുന്നു. ഇനി ചിത്രത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വിവരങ്ങൾ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കമ്പ്യൂട്ടർ ചിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇക്കാലത്ത് വിവര ചിത്രങ്ങൾ വരയ്ക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ്, അഥവാ കൈറ്റ് GNU ലിനക്സിലെ ലിബ്രി ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം താപനിലയുടെ ചതുര ചിത്രം വരക്കാം. അതിന് പട്ടികയിൽ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാം. തുടർന്ന് വലതു മുകളിലെ ഈ ഒരു ബാർ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ചാർട്ട് ടൈപ്പ് ചെയ്തിട്ട് എന്നതിൽ കോളം നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ചതുര ചിത്രം കിട്ടും. ഇനി നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ലിബർ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് നേർവര ചിത്രങ്ങളും വരക്കാം. അതിനെന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ പട്ടിക ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറിന്റെ ചിഹ്നത്തിൽ പോവുക. എന്നിട്ട് അതിൽ വരുന്ന ആ ഒരു വിൻഡോയിൽ, ആ ജാലകത്തിൽ ചാർട്ട് ടൈപ്പ് ചെയ്ത് ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുവശത്ത് പോയിന്റ് ആൻഡ് ലൈൻസ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് നമുക്ക് പാഠഭാഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതുപോലെ ഈ വർഷം തന്നെ പല മാസങ്ങളിൽ ഡൽഹി രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന താപനിലയുടെ നേർവര ചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഉയർന്ന താപനിലകളുടെ ചിത്രത്തിലെ പോലെ തന്നെ ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഏറ്റവും കൂടുതൽ അല്ലേ താപനില കൂടിയ ദിവസം ഏതായിരുന്നു? ഏറ്റവും കുറഞ്ഞത് ഏതായിരുന്നു? ഏകദേശം ഏത് സമയത്താണ് ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്? അല്ലെ, ഈ സമയത്താണ് ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്, അഥവാ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് മെയ് ടു ഓഗസ്റ്റ് വരെയാണ്. ഏറ്റവും കുറവുള്ളത് ഈ ഒരു ജനുവരി ഡിസംബർ മാസങ്ങളിലാണ്. ഒത്തു നോക്കേണ്ട രണ്ട് വ്യത്യസ്ത വിവരങ്ങളുടെ ചതുര ചിത്രങ്ങൾ ഒരുമിച്ച് വരയ്ക്കുന്ന രീതി 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വിവിധ മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും ഒറ്റ ചിത്രമായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, എങ്ങനെ കാണിക്കാം? ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഏറ്റവും കൂടിയ താപനില. അത് നമ്മൾ ഇവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴ്ന്ന താപനില ഏതാണെന്നും എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈന് നമ്മൾ എഴുതി കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി താപനിലകൾ എത്രയാണെന്ന് നോക്കാതെ ചിത്രം മാത്രം നോക്കി ചുവടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നെന്താണ്? ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായത് ഏതൊക്കെ മാസങ്ങളിലാണ്? അപ്പോൾ ഇവിടെ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് എപ്പോഴാണ്? മെയ് മാസത്തിലാണ് അല്ലേ? ഏറ്റവും ഉയർന്ന താപനില മെയ്യിലാണ്. ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡിസംബർ മാസത്തിലാണ്. ഓക്കെ, ജനുവരി ഇവിടെയാണ്. അതിനേക്കാളും താഴ്ന്നതെന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ്. ഇനി ഈ വ്യത്യാസം ഏറ്റവും കുറവായത് ഏതൊക്കെ മാസങ്ങളിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ 2 മാസങ്ങളിൽ തന്നെയാണ്. അടുത്തടുത്ത ഏതൊക്കെ മാസങ്ങളിലാണ് ഉയർന്ന താപനില മാറാതെ നിന്നത്? മാറാതെ നിന്നിട്ടുള്ളത് ഏതൊക്കെ സമയത്താണ്? ഏകദേശം ഈ 2 മാസങ്ങളിലും മാറാതെ നിന്നിട്ടുണ്ട് അല്ലേ? അത് ഏത് മാസമാണ്? ഏപ്രിലും അതുപോലെ തന്നെ ജൂണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ ജൂൺ എന്നുള്ളത് പറയാം. ഏപ്രിൽ ആൻഡ് ജൂൺ. ഇനി താഴ്ന്ന താപനില ഏകദേശം നിന്നിട്ടുള്ളത് ഏതൊക്കെ മാസമാണ്? ഈ 3-4 മാസങ്ങളിലും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അഥവാ ഏപ്രിൽ മുതൽ അല്ല, താഴ്ന്ന താപനില ഇങ്ങോട്ടാണ് നോക്കേണ്ടത് അല്ലേ? താഴ്ന്ന താപനില എന്ന് പറയുന്നത് ജനുവരി ഡിസംബർ മാസങ്ങളിലായിരുന്നു. ഓക്കെ, ജനുവരി ആൻഡ് ഡിസംബർ.
ഇനി താഴെ പറയുന്നുണ്ട്, ഇതുപോലെ ചിത്രം മാത്രം നോക്കി എന്തൊക്കെ വിവരങ്ങൾ കണ്ടുപിടിക്കാം, കണ്ടുപിടിച്ചത് ശരിയാണോ എന്ന് സംഖ്യകൾ നോക്കി പരിശോധിക്കുകയും ചെയ്യാം അല്ലെ. ഇനി ക്രിക്കറ്റ് മത്സരങ്ങളിലെ വിവരങ്ങളും ഇങ്ങനെ നേർവര ചിത്രങ്ങളായി കാണിക്കാറുണ്ട്. ഓരോ ടീമിലും ഓരോ ഓവറിലും നേടിയ റണ്ണിന്റെ വിവരങ്ങൾ ചതുര ചിത്രമായി വരക്കുന്നത് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പകരം ഓരോ ഓവർ കഴിയുമ്പോഴും ഒരു ടീം നേടിയ ആകെ റണ്ണാണ് നേർവര ചിത്രമായി വരക്കുന്നത്. ഉദാഹരണമായിട്ട് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നേടിയ റണ്ണ് ഇങ്ങനെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം ചിത്രങ്ങൾ ഓവറുകൾ 5 ഇടവിട്ടും റൺ എന്ന് പറയുന്നത് 50 ഇടവിട്ടുമാണ് കാണിക്കുക. ഓരോ ഓവറിൻ്റെ മുകളിലും അതുവരെ നേടിയ റണ്ണ് കാണിക്കുന്ന കുത്തുകളും ഇടാറില്ല. അപ്പോൾ മുകളിലെ ചിത്രം എങ്ങനെയാണ് സാധാരണയായിട്ട് വരക്കുക? സാധാരണയായിട്ട് വരക്കണമെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ലൈന് ആദ്യം വരച്ചു കൊടുക്കണം. ഓക്കെ, ഏത് ലൈന്? ഈ ലൈന് വരച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിത്രത്തിൽ ചുവന്ന പൊട്ടുകൾ വിക്കറ്റ് നഷ്ടപ്പെട്ട ഓവറുകളുടെ മുകളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ കളിയും നേർവര ചിത്രമായിട്ട് ഒപ്പം വരക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക. എവിടെയൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ വരച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി 2 വരകളുടെയും വലത്തെ അറ്റം സൂക്ഷിച്ചു നോക്കിയാൽ ന്യൂസിലാൻഡ് 50 ഓവറിൽ 250 അല്പം കൂടുതൽ റണ്ണ് നേടിയെന്നും ഇന്ത്യ 50 ഓവർ തീരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അതിനേക്കാൾ വലിയ റണ്ണ് നേടി ജയിച്ചു എന്നും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഏതാണ്? ന്യൂസിലൻഡ് എന്ന് പറയുന്നത് പച്ചയാണ്. ഓക്കെ, ഇതാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ന്യൂസിലൻഡ് 50 ഓവറിൽ 250 കൂടുതൽ റണ്ണ് നേടിയിട്ടുണ്ട്. ഓക്കെ, 250 കൂടുതൽ റണ്ണ് ആര് നേടിയിട്ടുണ്ട്? നമ്മുടെ ന്യൂസിലൻഡ് നേടിയിട്ടുണ്ട്. ഇനി ഇന്ത്യ 50 ഓവർ തീരുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ റണ്ണ് നേടി ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൺസ് ഏതാണ്? ഇതാണ്. ഓവർ എന്ന് പറയുന്നത് ഇതുമായിരുന്നു. ഇനി 2 വരയിലെയും ചുവന്ന കുത്തുകൾ എണ്ണിയാൽ ന്യൂസിലൻഡിന് 7 വിക്കറ്റും ഇന്ത്യക്ക് 6 വിക്കറ്റുമാണ് നഷ്ടപ്പെട്ടത് എന്നും കാണാം. ഇനി ചിത്രത്തിൽ നിന്നും എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ 10 ഓവറിൽ ഏത് ടീമാണ് കൂടുതൽ റണ്ണ് നേടിയത്? ഇവിടെ ആദ്യത്തെ 10 ഓവറിൽ ഏത് ടീമാണ് കൂടുതൽ റൺസ് നേടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആദ്യത്തെ 10 ഓവർ എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു വരുന്നത് അല്ലേ. ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് ആരാണ്? റൺസ് നോക്കൂ നിങ്ങൾ. മഞ്ഞ ഇന്ത്യയാണ്, പച്ച എന്ന് പറയുന്നത് ന്യൂസിലാൻഡാണ്. അപ്പോൾ ന്യൂസിലാൻഡാണ് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാം, നമുക്ക് ന്യൂസിലാൻഡ് എന്ന് എഴുതി കൊടുക്കാം. ഇനി ഏത് ഓവറുകൾക്കിടയിലാണ് ഇന്ത്യ നേടിയ ആകെ റണ്ണ് ആ ഘട്ടത്തിൽ ന്യൂസിലൻഡ് നേടിയ ആകെ റണ്ണിന് ഒപ്പം എത്തിയിട്ടുള്ളത്? അപ്പോൾ ഏതൊക്കെ ഘട്ടത്തിലാണ് ഇവിടെ ഒപ്പമായിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കണം. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് തുടങ്ങുകയാണ് അല്ലേ. തുടക്കത്തിൽ ഈ എത്രയായിരുന്നു? ഇവിടെ തുടക്കത്തിൽ 2 പേരും ഒപ്പം തന്നെയായിരുന്നു. പിന്നെ തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഒരുമിച്ചായി അല്ലേ. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഒരുമിച്ചായി. ഇതേതാണ്? 0നും 5നും ഇടയിലാണ്. അപ്പോൾ 1 0 to 5. ഇനി അടുത്തത് നോക്കൂ, പിന്നെ എവിടെയാണ് ഇവർ കൂട്ടിമുട്ടുന്നത്? ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത് അല്ലേ. ഇതെന്താണ്? 5നും 10നും ഇടയിലാണ്. 5നും 10നും ഇടയിൽ. പിന്നെ കൂട്ടിമുട്ടുന്നുണ്ടോ? പിന്നെ ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത് അല്ലേ. ഇതെവിടെയാണ്? ഇത് ഏകദേശം 10നും 15നും ഇടയിലാണ്. 10 to 15. പിന്നെ ഇനി കൂട്ടിമുട്ടുന്നത് നമ്മൾ നോക്കൂ, ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. ഇത് 25നും 30നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇവർ ഒരുമിച്ചിട്ട് റൺസ് നേടുന്നത്. ഇനി തുടർന്നുള്ള കളിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യ നേടിയ ആകെ റണ്ണ് ആ ഘട്ടത്തിൽ ന്യൂസിലൻഡ് നേടിയ ആകെ റണ്ണിനേക്കാൾ കുറയുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയുടെ മഞ്ഞയാണല്ലേ. മഞ്ഞ എന്ന് പറയുന്നത് പച്ചയുടെ താഴേക്ക് പിന്നെ വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ നോക്കൂ, ഇവിടെ 2 പേരും ഒരുമിച്ചിട്ടല്ല, ഒന്ന് മുകളിലും ഒന്ന് താഴെയാണ്. അഥവാ ഇന്ത്യയാണ് കുറച്ച് മുകളിലുള്ളത്. അപ്പോൾ ഇവിടെയും വരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെയാണ് പോകുന്നത്. ഇവരൊരിക്കലും താഴേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ആ ഒരു 3 ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ഉത്തരം എഴുതാൻ കഴിയണം. എന്തായാലും എക്സാമിന് അത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഒന്നാമത്തേത് 2023 വിവിധ മാസങ്ങളിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ താപനില ഏത് മാസമായിരുന്നു, അതെത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഉയർന്ന താപനില ഏതാണ്? ചുവപ്പാണല്ലേ, ഇതാണ് ഏറ്റവും ഉയർന്നത്. ഏറ്റവും താഴ്ന്ന താപനില ഈ ഒരു നീലയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഈ സമയത്താണല്ലേ. ഇത് ഏത് മാസമാണ്? ഇത് മാസം നിങ്ങൾ നോക്കൂ, മാർച്ച് മാസമാണല്ലേ. അപ്പോൾ ഏത് മാസമായിരുന്നു എന്നതിന് ഉത്തരം കിട്ടി, മാർച്ച് എന്നുള്ളത് കിട്ടി. ഇനി അത് എത്രയാണ് എന്ന് നോക്കണം. ഇതെന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് എണ്ണി നോക്കുക. ഏകദേശം വരുന്നത് എവിടെയാണ്? ഇവിടെ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ 36, 37, 38 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 38 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും കുറഞ്ഞ താപനില ഏത് മാസമായിരുന്നു, അത് എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഇവിടെ കുറവാണ് അല്ലേ. ഇത് ഏത് മാസമാണ്? ജനുവരിയാണ്. അതിനേക്കാൾ കുറവായിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് ജനുവരി എന്ന് എഴുതി കൊടുക്കുക, ജനുവരി. പിന്നെ ഏത് മാസമാണ്? പിന്നെ വരുന്നത് സെപ്റ്റംബർ മുതലാണ് അല്ലേ. അപ്പോൾ അടുത്തത് സെപ്റ്റംബർ. അത് കഴിഞ്ഞാൽ വരുന്നത് ഒക്ടോബർ. പിന്നെ വരുന്നത് ഡിസംബർ. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, അത് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇത് നോക്കൂ, ഇത് 20 കഴിഞ്ഞാൽ 21 ഡിഗ്രിയിലാണ് ഉള്ളത്. അപ്പോൾ 21 ഡിഗ്രി സെൽഷ്യസ്. ഇനി താപനിലകൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായത് ഏത് മാസമാണ്, അത് എത്രയാണ്? അപ്പോൾ താപനിലകൾ ഏറ്റവും കൂടിയത് നോക്കൂ, ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതും ഡിസ്റ്റൻസ് ഓക്കെയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടുത്തെ ഇത് ഏത് മാസമാണുള്ളത്? ഇത് മാർച്ച് മാസമാണ്. അപ്പോൾ നമ്മളിവിടെ മാർച്ച് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ പറഞ്ഞു 38 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 38 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഇവിടെ കുറഞ്ഞത് ഇതേതാണ്? ഇത് എത്രയാണെന്ന് നമ്മളിവിടെ നോക്കുക. ഇത് 24 ആണ്. അപ്പോൾ 24 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കുറച്ചു. അപ്പോൾ എത്ര കിട്ടും? 14 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കിട്ടും. ഇനി കുറഞ്ഞതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ്. ഏറ്റവും കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ താപനില കുറയാൻ കാരണം എന്ത്? അഥവാ ജൂൺ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ല, ഈ 3 മാസം താപനില കുറയാൻ കാരണം എന്താണ്? നമുക്കിവിടെ കാരണമൊന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം ആ സമയത്ത് എന്താണ്? മഴക്കാലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ കാരണം എന്ന് പറയുന്നത് മഴക്കാലം ആയതുകൊണ്ടാണ്. ഓക്കെ, മഴക്കാലം എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞു, അതിൻ്റെ ഉത്തരവും കഴിഞ്ഞു. കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. രണ്ടാമത്തത് 2015 മുതൽ 2024 വരെയുള്ള ഓരോ വർഷവും ഇന്ത്യയിൽ വിറ്റ ഇരുചക്ര മോട്ടോർ വാഹനങ്ങളുടെ എണ്ണമാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് താഴെയുള്ളത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ വിറ്റത്? ഏത് വർഷമായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്? ഏത് വർഷമാണ്? ഇവിടെയാണല്ലേ. ഇത് ഏത് വർഷമാണ്? 2019 ആണ്. എവിടെയാണ്? 2019. അപ്പോൾ ആൻസർ എന്ത് വരും? 2019 എന്ന് എഴുതി കൊടുക്കുക. ഏത് 2 വർഷങ്ങൾക്കിടയിലാണ് വിൽപ്പന വളരെ കൂടിയത്? ഒന്ന് നമ്മൾ പറഞ്ഞു 2019 ആണ്. പിന്നെ അടുത്തത് ഏതായിരുന്നു? 2018 ആണ്. അപ്പോൾ 2018 to 19 ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത്. ഇനി 2019 മുതൽ 22 വരെയുള്ള വർഷങ്ങളിൽ വിൽപ്പന വളരെ കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 19 നമ്മൾ നോക്കൂ, 19 ഇവിടെയായിരുന്നു അല്ലേ. പിന്നെ ഇങ്ങോട്ട് വളരെ കുറയാണ് ചെയ്തത്. 22 എത്തിയപ്പോഴേക്കും നന്നായിട്ട് കുറഞ്ഞു, പിന്നെയാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം എന്താണ്? ഈ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്കറിയോ ഈ സമയത്ത് സംഭവിച്ചത്? നമ്മുടെ കോവിഡ് വന്നത് അല്ലേ. അപ്പോൾ കാരണം എന്താണ്? കോവിഡിൻ്റെ വ്യാപനമാണ്. ഓക്കെ, കോവിഡിൻ്റെ വ്യാപനം. അതുകൊണ്ടാണ് 2019 മുതൽ 22 വരെ വിൽപ്പന വളരെയധികം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള അടുത്തതിലേക്ക് പോവാം. ഒരാൾ രാവിലെ 5 മണിക്ക് കാറിൽ യാത്ര തുടങ്ങി 10 മണിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി. പല സമയങ്ങളിൽ കാർ സഞ്ചരിച്ച ആകെ ദൂരമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 0 നിന്നാണ് കാർ യാത്ര തുടങ്ങിയിട്ടുള്ളത് അല്ലേ.
പൂജ്യത്തിൽ നിന്ന് തുടങ്ങി അവസാനിപ്പിച്ചത് എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. ഇത് എത്രയാണ്? ഇത് ദൂരമാണ് കാണിച്ചിട്ടുള്ളത് 250. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 250 കിലോമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. അതിന് എത്ര സമയമെടുത്തു? ഇവിടെ തുടങ്ങിയിട്ടുള്ളത് 5 മണിക്കായിരുന്നു, അവസാനിപ്പിച്ചത് 10 മണിക്കാണ് അല്ലേ? 10 മണിക്കാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ളത് എത്ര മണിക്കൂറാണ്? 5 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് ഏത് സമയത്താണ്? ഇവിടെ ഓരോ മണിക്കൂർ വെച്ച് നമുക്ക് നോക്കാം. 5 മുതൽ 6 മണി വരെ, 6 മണിക്ക് ഇവിടെയാണ് എത്തിയത്. ഇത് എത്രയായി? ഇത് 0 മുതൽ 50 വരെ ഇങ്ങോട്ട് എത്തി അല്ലേ? പിന്നെ ഇത് 10 ആണ്. ഇത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 60 ഇത് 70 ഇത് 80. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 80 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി ഇവിടെ നോക്കൂ, ഇത് 80 തുടങ്ങി അല്ലേ? 90, ഇത് വീണ്ടും നോക്കുക, 10, 20, 30, 40, 50, 60. ഇവിടെ ഒരു 5 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 65 കിലോമീറ്റർ ഇവിടെ നിന്നും സഞ്ചരിച്ചു. ഇനി ഇവിടെ 5, വീണ്ടും 10, 15, 25, 35, 45, 55. ഈ 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 60 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഒരു 5, പിന്നെ 10, 15, 25, 35, 45 കിലോമീറ്റർ ഇവിടെയും സഞ്ചരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് ഏതാണ്? 5 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം നമ്മൾ? 5 മണി, 5 AM ടു 5 ആണ് കേട്ടോ. 5 AM ടു 6 AM. ഓക്കെ, ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് കാർ സഞ്ചരിച്ച ദൂരം എത്രയായിരുന്നു? 6 മണി മുതൽ 7 മണി വരെ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടു, 65 കിലോമീറ്റർ ആയിരുന്നു. ഇനി അതല്ല, ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ളത് നോക്കുക, ഇത് എത്രയാണ്? ഇതുള്ളത് 80 അല്ലേ? ഇതുള്ളത് 80, ഇവിടെ 80. ഇത് അവസാനിക്കുന്നത് ഏകദേശം 145 അവസാനിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 145 നിന്നും 80 നമ്മൾ കുറച്ച് നോക്കുക. അപ്പോഴും നമുക്ക് 65 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം. 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തോ? 8 മണി എന്നത് ഇവിടെയാണ്, 9 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? 0 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. എത്ര മണി മുതൽ എത്ര മണി വരെയാണ് കാറ് നിർത്തിയിട്ടിരുന്നത്? ഏതാണ്? ഈ സമയത്താണ് കാറ് നിർത്തിയിട്ടത് അല്ലേ? അഥവാ 8 മണി മുതൽ 9 മണി വരെയാണ് കാറ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഉടൻ തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.